വിശ്വാസമില്ല. ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അത് അതിവിനയമായി പോകും. കാരണം വിദ്യാഭ്യാസവും പരിഷ്കാരവുമുള്ള ഒരു പെണ്ണിന് എന്നെ പോലെ പരിഷ്കാരിയായ ഒരുത്തിന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഇഷ്ടമാവും, എനിക്കറിയാം. ആ മുഖത്തിന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്നാലൊരു ചടങ്ങെന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും ചോദിക്കണമല്ലോ. എന്നെ ഇഷ്ടമായോ? ഉത്തരം എനിക്കറിയാം. ഇഷ്ടമാണ്, ഇഷ്ടമാകും. ഇങ്ങോട്ട് കെട്ടെടുത്തത് ഇവനെന്താ ഇവരക്കാര്യം? ഇവൻ ആ കോട്ടയം കുഞ്ഞച്ചനല്ലേ? അതെ, കുത്തുകേസിലെ പ്രതി. അറിയോ? പിന്നെ ഇവരിവിടേക്ക് വന്ന് തല്ലാനും കുത്താനും വന്നിട്ടുള്ളതല്ലേ? ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാ. ആ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. ചേർത്തേ ചില മീന ലാഭത്തിന് കിട്ടിയപ്പോ മേടിച്ചതാ. ഇവൻ ഈ കിഴക്കമ്മനെ ഉണച്ചു കിടക്കുന്നൊന്നും കിടക്കുമല്ലയോ? ഉണിയിട്ട് വെച്ചാട്ടെ. ചെറുക്കനല്ലേ? നമ്മുടെ മോളിക്കുട്ടിയുടെ ചെറുക്കൻ. ഇവരൊക്കെ ചെറുക്കന്റെ ഞാൻ അപ്പൻ, ഇത് അമ്മാവൻ. എന്നറിയാമല്ലോ, കേട്ടാണല്ലോ. കോട്ടയം കുഞ്ഞച്ചൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കുക. എവിടെ നമ്മുടെ മോളിക്കുട്ടിയുടെ ചെറുക്കൻ? അയ്യേ, ഇവരാണോ പരിഷ്കാരി? പരിഷ്കാരം എന്ന് പറയുമ്പോ ഇതൊരു മാതിരി. അല്ല, കുഞ്ഞച്ചൻ എല്ലാം കയറി ഇടപെടണ്ട. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. കുഞ്ഞച്ചനൊന്ന് പോയേ. ഞാൻ ഇവിടെ ഒരു വാടകക്കാരനായിട്ട് ഇവിടെ താമസിക്കുകയാണെങ്കിലും നമ്മളൊരു കുടുംബം പോലെ അല്ലേ ചേട്ടത്തി? ഞാനും മോളിക്കുട്ടി നമ്മൾ ഇരിപ്പ് വശം വെച്ച് നോക്കുമ്പോ എനിക്കൊക്കെ അന്വേഷിക്കാമല്ലോ. അല്ല, ഇരിപ്പ് വശം എന്ന് പറയുമ്പം നിങ്ങൾ തമ്മിൽ എന്നതാ ഇരിപ്പ് വശം? അല്ല, ഞങ്ങൾ തമ്മിൽ ഇരിപ്പ് വശം എന്ന് പറയുമ്പോൾ ഒരു മിറ്റവും അല്ല ചേട്ടത്തി. അല്ല, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. മോളിക്കുട്ടിക്ക് ഇഷ്ടമായോ ചെറുക്കനെ? അല്ല, ഞാൻ തുറന്നു പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ ചേട്ടത്തി. ഈ പരിഷ്കാരം എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചത് ഇവരുമാതിരി തല മുഴുവൻ എണ്ണയും പുരട്ടി 35 ബെല്ലും പാള ബെൽറ്റും സ്വർണ്ണ പല്ലും ഒരുമാതിരി കാട്ടുമാക്കാൻ്റെ സൈസ്. ഇത് നമുക്ക് വേണ്ട ചേട്ടത്തി, ശരിയാകുകയല്ല. ആ കിഴക്കമ്മനെ കൊണ്ടുപോയി ഈ കൊച്ചിനെ നശിപ്പിക്കണം. എന്തുണ്ടേലും മോളിക്കുട്ടിക്ക് എന്നോട് തുറന്നു പറയാം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ പോകാൻ പറ. കണ്ടോ കണ്ടോ കണ്ടോ, ആ പെണ്ണ് പോയി പോക്കണ്ടോ? പെണ്ണിന് ഇഷ്ടമായിട്ടില്ലേ? അല്ല, ഈ അത് കാറ്റുമാക്കാനെ കൊണ്ടുപോയി ആ കൊച്ചിനെ കൊടുക്കണോ? ആയിക്കോട്ടെ, നിങ്ങൾ സംസാരിച്ചിരിക്കും. ആ കുട്ടിയപ്പാ, മീനൊക്കെ പുറത്ത് ഉന്നയിച്ച് പോയാൽ മതി. അവിടെ ആ കിഴക്കമ്മലയിൽ ഉണക്കപ്പുറമായിട്ടുള്ള വയറ് ഉണ്ടായിരിക്കുമായിരിക്കും ഇല്ലയോ? നല്ല ഒന്നാമത്തെ പഴ മീന തട്ടിയിട്ട് പോയാൽ മതി. കുട്ടിയപ്പോ പോ, അപ്പൊ കാണാം. എന്ന് ഞാനപ്പം പോയി കാണാം കേട്ടോ. കുഞ്ഞച്ചൻ അങ്ങനെയാ. അവന് ഇങ്ങനെ കണ്ണും മൂക്കും ഇല്ലാതെ സംസാരിക്കുന്ന സ്വഭാവമാണ്. അല്ല, കണ്ണും മൂക്കും ഇല്ലാതെ ആണെങ്കിലും അവൻ പറഞ്ഞ വർത്താനം ചില സ്ഥലത്തൊക്കെ കൊള്ളുന്നതാണ്. പെണ്ണുമായിട്ടുള്ള ഒരു ഇരിപ്പുവശം. ആ ഏതായാലും ഞങ്ങളൊന്ന് ആലോചിച്ചാലോ. ഒരക്കി പിരിയാനോ? നമുക്ക് സംസാരിച്ച് ഒതുക്കി തീർക്കാം. വാടാ നാളെ കേട്ടവനെ. അല്ല, അങ്ങനെ പിണങ്ങി പോവാണോ? ഏലിയമ്മേ, അവൻ വാടകക്കാരൻ പോക്കറി. നമ്മളിവിടെ ഒരു വീട്ടുകാവൽക്കാരനെ പോലെ കിടത്തിയിട്ട്. അല്ല, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് എന്നാന്ന് വെച്ചാൽ വരാം. ഉണക്കി പോവല്ല. പോയിട്ട് വെച്ചപ്പോ അതല്ലോ